ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അതും എൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ലീവിന് അവിടെ പോയി നിന്നപ്പോൾ എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകണ മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിവിടെ എണീറ്റ് ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ വീട്ടിൽ ഒരു കുഞ്ഞ് മാങ്ങമരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ആദ്യമായിട്ട് കായ്ച്ച മാങ്ങയാണ് ഇട്ടത്. ഞങ്ങൾക്കിത് എന്ത് മാങ്ങയാണ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഒരു കുട്ടി അധികം വലിപ്പമൊന്നും ഇല്ലാത്ത ചെറിയൊരു ഇതാണ്ടില്ലേ, ചെറിയൊരു മാങ്ങ മരമായിരുന്നു. അതിൽ ഇപ്രാവശ്യം ഉണ്ടല്ലോ നല്ല പോലെ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ മാങ്ങ വലുതാവട്ടെ വലുതാവട്ടെ പറഞ്ഞിട്ട് വലിക്കാതെ വെച്ചിരിക്കണം. പക്ഷേ ഇത് ഇത്രയാണ് കേട്ടോ വലുതാവുള്ളൂ. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഇത് മുറിച്ച് നോക്കിയപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മാങ്ങൻ്റെയൊക്കെ നല്ല പോലെ മൂത്തിരിക്കണം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഇത്രേ വലുതാവുള്ളൂ, ഒന്നില്ലെങ്കിൽ ആപ്പിൾ കണ്ണിമാങ്ങ അല്ലെങ്കിൽ അടമാങ്ങ അങ്ങനെയൊക്കെ പറയും കേട്ടോ. പഴുത്താൽ നല്ല മധുരമാണെന്നും പറഞ്ഞു. അപ്പം ഞാനെന്ത് പറഞ്ഞു ഉമ്മാനോട്, അപ്പോൾ ഇതെന്തായാലും വലിച്ച് നമുക്ക് പഴുക്കാൻ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ മാങ്ങ വലിക്കാൻ വേണ്ടി നിന്ന് ഇവിടെ ഇവർ അടുക്കളയിൽ താത്തയും ഉമ്മയും അനിയത്തിയൊക്കെ കൂടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ പണി വേഗം റെഡിയാക്കിട്ടോ, നെയ്ച്ചോറ് റെഡിയാക്കി വെച്ച്. അപ്പോൾ അനിയത്തിയാണെന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ വേവിച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വന്ന് കുക്കറിൽ നിന്ന് ഒരു കഷ്ണം ചിക്കൻ എടുത്തിട്ട് വെന്തോ നോക്കുക. നമുക്ക് ഇതൊക്കെയാണ് വീട്ടിൽ വന്നുള്ള പണി, എന്തോ നോക്കലും ഉപ്പ് നോക്കലും മധുരം നോക്കലൊക്കെ കേട്ടോ. അപ്പോൾ അവർ ഇവിടെ അടുക്കളയിൽ കുക്കിംഗ് പരിപാടിയൊക്കെയാണ്. ഞാൻ പുറത്ത് മാങ്ങ വലിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇത് മാങ്ങ വലിക്കണമെങ്കിൽ തന്നെ മതിലിൻ്റെ മേലെ കയറി നിൽക്കണം, അല്ലെങ്കിൽ തിരുമണ കല്ലിൽ അലക്ക് കല്ലിൻ്റെ മേലെ കയറി നിൽക്കണം. അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് വേണം വലിക്കാനായിട്ട്. അതിപ്പോൾ എന്നെ കൊണ്ട് തന്നെ പറ്റുള്ളൂ, ഉമ്മാനെ കൊണ്ട് പറ്റൂല. താത്തി അനിയത്തി അതിന് നിൽക്കില്ല, അനിയന് പിന്നെ വീട്ടിൽ കിട്ടൂല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കയറി വലിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി നിന്നു. അപ്പോൾ അതാ കണ്ടില്ല, അത്യാവശ്യം മൂത്തൊരു മഞ്ഞ കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരി, എന്തായാലും വലിച്ച് വെക്കാം, നമുക്ക് ടേസ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ മതിലിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാങ്ങ വലിക്കൽ. താത്ത അനിയത്തി താഴെ നിന്നിട്ട് ബക്കറ്റും പാത്രമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അതിൽ വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിലത്ത് വീഴാണ്ട് വലിച്ച് വെച്ചാലാണ് അത് പഴുക്കുള്ളൂ, അല്ലെങ്കിൽ കേട് വന്ന് പോവും. എനിക്ക് പിന്നെ ഇതൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. മതിൽ കയറിയ മരം കയറിയിട്ട് മാങ്ങയ ചീതാരങ്ങ അതൊക്കെ വലിക്കണതൊക്കെ ഒരു നല്ലൊരു ഇഷ്ടമാണ്. അതെന്താ ഇതുപോലെയൊക്കെ മാങ്ങ വലിച്ചു കൊടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാങ്ങ വലിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടല്ലോ മാങ്ങ മുറിച്ചതാ ഉപ്പും മുളക് പൊടി ഇട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും എനിക്കിത് മാങ്ങ അടിച്ച് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും തൈര് ചട്നിയും അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്തായാലും ഈ മാങ്ങ അടിച്ച് കഴിച്ചിട്ടാണ് ഞാൻ ചോറ് കഴിക്കുള്ളൂ. അപ്പോൾ അവരൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇമ്മാനോട് പറഞ്ഞത് ഇതുമാതിരി ഒന്ന് വരയിട്ടിട്ട് ഉപ്പും മുളക് പൊടിയും അതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തരാൻ. കുറച്ച് കട്ടിയുള്ള കവറാണ് കേട്ടോ എടുത്തിട്ട് അതിനെ രണ്ടാക്കി മടക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടാ തേർലൂട്ടാ നിങ്ങൾക്കൊക്കെ അടിച്ചത്. ഒഴിച്ച വെളിച്ചെണ്ണ. പിന്നെ ഇത് നമ്മൾ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ പൊട്ടിച്ച് അതിൽ നല്ല പോലെ ഉപ്പും മുളകും എണ്ണയൊക്കെ പിടിച്ച് അടിപൊളി ടേസ്റ്റ് ഇട്ട്. അധികം പുളിപ്പൊന്നുമില്ല, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികളൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അവരിൽ നിന്ന് കാണാതെ മറിഞ്ഞ് വന്നിരുന്ന് കഴിക്കണേ. അവർ ചോറ് കഴിക്കില്ല. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക പറഞ്ഞിട്ടാണ്. ഇത് എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോഴേ വായിക്കൂടെ വെള്ളം വരുന്നു, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുട്ടികളും ഇവരൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നെയ്ച്ചോറും കോഴിക്കറിയും തൈര് ചട്നി ഉണ്ട്. അപ്പോൾ ഇതിനി കഴിക്കട്ടെ. അവരൊക്കെ കഴിച്ച് എല്ലാവരും എണീറ്റ് ഇനി ഞാൻ കഴിക്കണം. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കണം എന്നാണ് വിചാരിച്ച്. പക്ഷേ ഈ മാങ്ങ കണ്ടപ്പോൾ എനിക്കെന്തോ അത് കഴിച്ചേ മതിയാവുള്ളൂ എന്നുള്ളൊരു വാശിയായിരുന്നു. അപ്പോൾ അത് കഴിച്ച് അതിൻ്റെ കൂടെ നമ്മൾ ചോറും കൂടെ കഴിക്കണം. അപ്പോൾ ചോറ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ എടുക്ക്.
ഓരോന്ന് ഓരോരുത്തർക്ക് കൊടുക്ക്. എന്നാ കുട്ടിക്ക് വേഗം കഴിച്ചോട്ടാ. അയച്ചൊക്കെ തുറന്നു നിൽക്കാം. ആരിക്കാൻ തുറന്നുണ്ട്? എനിക്ക് തരുമോ? അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചോക്കോബാർ കഴിക്കാൻ കേട്ടോ. നല്ല ചൂടുണ്ട്. ഇപ്പം ഞങ്ങൾ പുറത്തിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ സമയം ഒരു 6-6:30 ആയിട്ടാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇരുട്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു ചായ കുടിക്കുന്നത് രാത്രിയാണോ എന്ന്. അല്ലാട്ടാ, ഒരു 6 മണി 6:30 ഏകദേശം ഒരു രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു. ചായ കുടിക്കുന്നത് ഒരു 5 മണിക്കൊക്കെയാണ്. ഞങ്ങളെന്തോ ഓരോ സംസാരമൊക്കെ സംസാരിച്ചിരുന്നിട്ട് ചായ വെക്കാൻ അങ്ങോട്ട് മറന്നുപോയി. അപ്പോൾ ശരി, ഇനി എന്തായാലും ചായ കുടിക്കുക പറഞ്ഞിട്ട് ചായയൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളിവിടെ ചായയും മുറുക്കും കഴിക്കണം. ഇത് പണ്ടത്തെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മുറുക്കാണ് കേട്ടോ. ഇപ്പോഴും കിട്ടാറുണ്ട്, പക്ഷേ എല്ലാ കടകളിലും കിട്ടില്ല. മിക്ക ബേക്കറിയിലൊക്കെയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമുള്ള ചിറ്റ് മുറുക്കാണ് കേട്ടോ അത്. അങ്ങനെ അപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മായും എളാമയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തൊക്കെയോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം വേണ്ടിയിട്ട്. അപ്പോൾ അവർ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അങ്ങനെ തുറന്ന് നോക്കുകയാണ്. നമ്മളങ്ങനെയാണല്ലോ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ എവിടെ നോക്കട്ടെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ കമ്മലൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.